നമസ്കാരം. ഇന്നത്തെ വിഷയം 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടാണ്. റിസൾട്ട് മെയ് 15-ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുള്ള അറിയിപ്പ് അതാണ്, മെയ് 15-ന് തന്നെ റിസൾട്ട് വരുമെന്നാണ്. പരീക്ഷാ ഭവനിൽ ഇപ്പോൾ ശരിക്കും ഗ്രേസ് മാർക്കുകൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 5 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. കുട്ടികളുടെ ടെൻഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ഫലം ലഭിക്കുന്ന വെബ്സൈറ്റുകൾ നേരത്തെ ഇട്ട് തരുന്നത്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും റീവാല്യുവേഷൻ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരക്കടലാസിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമെങ്കിൽ, അതിന് അപേക്ഷിക്കണമെങ്കിൽ വിശദമായ വീഡിയോ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇടുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റിസൾട്ട് നമ്മൾ മൊബൈലിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ നോക്കിയാലും ശരി, അന്നോ പിറ്റേ ദിവസമോ എപ്പോഴെങ്കിലും നമ്മൾ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കേണ്ടതാണ്. ആ പ്രിൻ്റ് ഔട്ട് നമുക്ക് ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ SLCയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാർഡ് അല്ലെങ്കിൽ ബുക്ക് എന്ന് പറയുന്ന സംഭവം വരാൻ പിന്നെയും 1-2 മാസം എടുക്കും. അപ്പോൾ അതുവരെയുള്ള അഡ്മിഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രിൻ്റ് ഔട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് റിസൾട്ട് നോക്കി മനസ്സിലാക്കിയാൽ പോലും അത് പ്രിൻ്ററുള്ള സ്ഥലത്ത് പോയി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എന്തായാലും എടുക്കേണ്ടതാണ്. അപ്പം ഞാനിവിടെ ഈ SSLC റിസൾട്ട് വരുന്ന ഔദ്യോഗിക വെബ്സൈറ്റുകളുടെ പേരുകളാണ്. അപ്പോൾ ആദ്യത്തേത് കേരള റിസൾട്ട്സ് .nic.in, രണ്ടാമത്തത് റിസൾട്ട്സ് .kite.kerala.gov.in, മൂന്നാമത്തത് slcexam.kerala.gov.in, നാലാമത്തെ prd.kerala.gov.in, 5 results.kerala.nic.in. അപ്പോൾ ഇതാണ് ഫലം ലഭ്യമാകുന്ന ഔദ്യോഗിക വെബ്സൈറ്റുകൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കയറുക അല്ലെങ്കിൽ സന്ദർശിക്കുക. ഏതെങ്കിലും വെബ്സൈറ്റ്, ഇതിൽ പറയുന്ന കൈറ്റൊക്കെ കുറച്ചുകൂടി സ്പീഡിൽ കിട്ടുന്ന കാണാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. NICയും കുഴപ്പമില്ല, കൈറ്റിൻ്റെ രണ്ടാമത്തേത് കുറച്ചുകൂടെ സ്പീഡിൽ ചില സമയത്ത് വലിയ തിരക്കില്ലാതൊക്കെ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ സന്ദർശിക്കുക. അവിടെ എക്സാം റിസൾട്ട്സ് 2026 എന്ന് ഉണ്ടാവും. സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 5 സൈറ്റുകളിൽ ഏതെങ്കിലും ഒരു സൈറ്റ്, എല്ലാത്തിലും വേണ്ട, ഏതെങ്കിലും ഒരു സൈറ്റ് ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അത് സന്ദർശിക്കുക. അത് സന്ദർശിച്ച് കഴിയുമ്പോൾ SLC എക്സാം റിസൾട്ട്സ് 2026 എന്ന ലിങ്ക് അവിടെ ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ജനന തീയതിയും കൊടുക്കാൻ പറയും. അപ്പം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ജനന തീയതിയും കൊടുക്കുക. അതിന് താഴെ ഗെറ്റ് റിസൾട്ട് അല്ലെങ്കിൽ സബ്മിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. ഒന്നുകിൽ ഗെറ്റ് റിസൾട്ട് എന്നായിരിക്കും, അല്ലെങ്കിൽ സബ്മിറ്റ് എന്നായിരിക്കും. ഏതായാലും ശരി, ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിൽ ഫലം തെളിയും. ഇനി ഇങ്ങനെ അല്ല എങ്കിലും നമുക്ക് ആപ്പ് വഴി, സഫലം ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലും ഇതേപോലെ നമ്മളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്താൽ നമുക്ക് എന്ത് പറ്റും, ഈ റിസൾട്ട് പ്രിൻ്റ് ഔട്ട്, അതിൻ്റെ റിസൾട്ടിൻ്റെ ആ പേജ് തെളിഞ്ഞു വരും. നമുക്ക് അവിടെ നിന്ന് ഫലം സ്ക്രീനിൽ തെളിയും. അത് നമുക്ക് അറിയാൻ കഴിയും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് SMS വഴി മെസ്സേജ് ആയിട്ടാണ് റിസൾട്ട് വരണമെങ്കിൽ ഈ പറയുന്ന മാതിരി കേരള 10 പിന്നെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് പിന്നെ 56 263 മെസ്സേജ് അയച്ചാലും നമുക്ക് റിസൾട്ട് മെസ്സേജ് ആയിട്ടും വരും. ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ സഫലം ആപ്പിലൂടെ ചെയ്യുക, അല്ലെങ്കിലും ഏതെങ്കിലും ഞാനിപ്പോൾ തന്നിരിക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റുകൾ ഏതെങ്കിലും
അതിൽ കയറിയിട്ട് നിങ്ങൾ റിസൾട്ട് പരിശോധിക്കുക. അപ്പം നമുക്കറിയാം, റിസൾട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പാസ്സായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിയിൽ EHS എന്നുണ്ടാവും. EHS എന്ന് പറഞ്ഞാൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് ഇതിൻ്റെ അടിയിൽ. ഇനി തോറ്റവരെന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും ജയിക്കാൻ ഏറ്റവും മിനിമം വേണ്ടത് D+ ആണ്. D+ൽ താഴെ 2 ഗ്രേഡുകളുണ്ട്. അത് ഡിയും ഇയും ആണ്. അപ്പോൾ ഡിയും ഇയും ഏതെങ്കിലും വിഷയത്തിന് കിട്ടിയാൽ അതിൻ്റെ താഴെ EHS എന്നുണ്ടാവും, NHS എന്നാണ് ഉണ്ടാവുക. NHS എന്ന് പറഞ്ഞാൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, ഉയർന്ന പഠനത്തിന് യോഗ്യത നേടിയിട്ടില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അത്തരക്കാരും ഒരു ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. 1, 2, 3 വിഷയങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അത്തരത്തിൽ സംഭവിച്ചതെങ്കിൽ നമുക്ക് പരീക്ഷ ഉടനെ ഉണ്ടാവും. അത് എഴുതാനുള്ള അവസരവും നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും ജയിക്കണമെന്നൊന്നും ഇല്ലല്ലോ, തോക്കുന്നവർക്കും സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും ടെൻഷൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ D+ എങ്കിലും എല്ലാ വിഷയത്തിനും മിനിമം D+ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ഉണ്ടാവുകയുള്ളൂ, ഈ കുട്ടികൾ ഉപരിപഠനത്തിന് അർഹത നേടുകയുള്ളൂ എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയണം. ഡി ഉണ്ടെങ്കിൽ പഴയ രീതിയിൽ പറഞ്ഞാൽ തോറ്റു എന്നാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിന് ആണെങ്കിലോ D ആണെങ്കിലോ നമ്മൾ ഒരിക്കൽ കൂടി പരീക്ഷയോ എന്തെങ്കിലും എഴുതേണ്ടതായിട്ട് വരും, നമ്മൾ ജയിച്ച ഒരു റിസൾട്ട് കാണാൻ വേണ്ടി. ഓക്കെ, നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാനൊരു 14-ാം തീയതി 13-ാം തീയതി 14-ാം തീയതി ഈ ഫുള്ളായിട്ട് നമുക്ക് പിന്നെ റിവാലുവേഷൻ എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പിന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റും നമുക്ക് പേപ്പറിൻ്റെ, അതേപോലെ പേപ്പർ സ്ക്രൂട്ടിനിക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അതിൻ്റെ വിശദമായൊരു വീഡിയോ ഞാൻ 13-ാം തീയതി അല്ലെങ്കിൽ 14-ാം തീയതി എങ്കിലും 15-ാം തീയതി റിസൾട്ടിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പം നമ്പർ തരാം, വേണ്ടവർക്ക് സംശയമൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് വർഷം ESLC വാല്യുവേഷൻ ക്യാമ്പിൻ്റെ ക്യാമ്പ് ഓഫീസറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത്. പിന്നെ കുട്ടികൾക്ക് ആർക്കും ഒരു ടെൻഷൻ വേണ്ട. ഗ്രേഡുകൾ കുറയുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും കുറയണം. നിങ്ങൾ ഒരു കുട്ടിക്ക് മാത്രമായിട്ടല്ല ഗ്രേഡുകൾ കുറയുക. അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും അത് ബാധകമാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ അതൊന്നും അല്ല വിഷയം, നമുക്ക് അടുത്തത് പഠിക്കാനുണ്ട്, +1 പഠിക്കാനുണ്ട്. അവിടെ ഒരു അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഇരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 15-ാം തീയതി റിസൾട്ട് വന്നാൽ 16-ാം തീയതിയോ 17-ാം തീയതിയോ മുതൽ നമുക്ക് പിന്നെ ഏകജാലകത്തിൽ +1-ന് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി കഴിയും. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതാണ്. ഓക്കെ, എന്നെ കേട്ട എല്ലാവർക്കും, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ നന്ദി, നമസ്കാരം.